കള്ളന്റെ കഥ ചിലപ്പോൾ അതും നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഇത് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ഈ ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സപ്പിലൊക്കെ ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടു. അത് ചിലവർക്ക് അറിയണ്ടാവും, എന്നാലും ഞാൻ പറയാം. അത് കുറെ കാലം മുമ്പ് ഞാനങ്ങനെ പുറമേ ഒന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ പ്രവർത്തനം ചെയ്യാത്തൊരു കാലത്ത്, രഹസ്യമായിട്ട് ചെയ്തിരുന്ന കാലത്ത്, നമുക്ക് മേൽവിലാസം വേറെയാണല്ലോ, നമ്മൾ സിനിമാക്കാരനല്ലേ. എൻ്റെ അടുത്ത് ഒരാൾ ഇന്നലെ ഞാൻ മറ്റൊരു മെസ്സേജ് അയച്ചു ചോദിച്ചിരുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റണം, നിങ്ങളൊരു സിനിമാക്കാരനല്ലേ, ഒരു സിനിമാക്കാരൻ എങ്ങനെയാണ് ഇതൊക്കെ സംസാരിക്കാൻ സാധിക്കുക, അതിന് എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളത്? ഞാനതിന് മറുപടി കൊടുത്തിട്ടില്ല. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ല, ഗുരുവായൂരപ്പനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പ, ഈ കുറച്ച് കൊല്ലം മുമ്പ് ഞാൻ ഇതിനെ ഒരു ചെറിയ കഥമാരി എഴുതിയിട്ട് ഫേസ്ബുക്ക് ഈ വാട്സപ്പിൽ ചിലർക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് പിന്നെ കുറേ സ്പ്രെഡായിരുന്നു ഈ കഥ. അത് എനിക്ക് മുമ്പ് എവിടുന്നോ കിട്ടിയതാണ്, കുറേ കാലങ്ങൾക്ക് മുമ്പ്. ഞാൻ എഴുതിയുണ്ടാക്കിയ കഥയൊന്നുമല്ല, എവിടുന്നോ ആരോ പറഞ്ഞു തന്നിട്ടോ കേട്ടിട്ടോ ഒക്കെയാണ്. എൻ്റെ ഒരു വേഗ ഓർമ്മ, പണ്ട് മഹാത്മാവായിരുന്ന ഭാഗവതാചാര്യനും ഋഷിതുല്യനായിരുന്ന ഗുരുവായൂരപ്പദാസ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗവത സപ്താഹം പണ്ടെങ്ങാണ്ട് കേട്ടതാണോ എന്നൊരു വേഗ ഓർമ്മയുണ്ട്, വളരെ ചെറുപ്പത്തിൽ. ആ കള്ളന്റെ കഥ പറയാം. ഒരു ഭയങ്കര കള്ള, പതുങ്ങിയും പമ്മിയൊക്കെ കയറുള്ളൂ, പക്ഷെ പിടിക്കപ്പെട്ട കൊല്ലും. പിടിക്കപ്പെട്ട തിരിച്ച ആളെ ആക്രമിക്കുന്ന അത്രയ്ക്ക് നിഷ്ഠുരതയുള്ള ഒരു കള്ളൻ. ഒരു വീട്ടില്, എൻ്റെ ഓർമ്മ കറക്റ്റാണ്, ഈ ആന്ധ്രയിലാണ് കക്കാൻ കയറി കഴിഞ്ഞപ്പോ ആ വീട്ടില് ഒരു വിശേഷപ്പെട്ടിട്ടുള്ള ചടങ്ങ് നടക്കണം, കല്യാണമാണ് നടക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം. അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന വീട്ടില് ഒരിക്കലും ഇല്ലാത്തൊരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കും. എന്താ? അവിടെ ഒരു ഭാഗവത സപ്താഹം നടക്കുകയും, ഈ ഭാഗവത സപ്താഹം നടത്തിയിട്ട് കല്യാണം നടത്തുന്ന ഏതെങ്കിലും വീട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഭാഗവത സപ്താഹം നടത്തിയിട്ട് ആ വീട്ടിലൊരു കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ അവര് ഗുരുവായൂരപ്പ എത്രമാത്രം ഭക്തിയുള്ള ആൾക്കാരായിരിക്കും ആലോചിച്ചു നോക്കും. അസാമാന്യ ഭക്തിയുള്ള ആൾക്കാരായിരിക്കും, ഒരു സംശയമില്ല. ഭാഗവത സപ്താഹം നടത്തിയിട്ട് കല്യാണം നടത്തണമെങ്കിൽ. അപ്പോ ഈ കള്ളൻ പുറകത്തെ ഡോറ് വഴി നിറയെ ആൾക്കാരുണ്ട് വീട്ടില് കേറി, കല്യാണ വീടായതുകൊണ്ട് സ്വർണം ഉണ്ടാവും ഉറപ്പാ. അങ്ങനെ കേറി സ്വർണം എവിടെയാണെന്ന് അന്വേഷിക്കാൻ നോക്കുമ്പോൾ ഇനി ആരും പെട്ടെന്ന് കാണണ്ടെന്നുള്ളതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ കക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടി കയറി പോകുമ്പോൾ കുറെ ആൾക്കാരുടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റുകൾ ഉള്ളതുകൊണ്ട് അവരുടെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ കണ്ട വലിയൊരു കർട്ടന്റെ പുറകെ കയറി ഒളിച്ചു. അപ്പൊ ഈ കർട്ടന്റെ പുറകിൽ ഒളിക്കണ നേരത്ത് ഉച്ച നേരാണ്, ഊണിന്റെ സമയമായിരുന്നു. കർട്ടന്റെ ഒളിച്ചു പുറകിൽ ഈ കർട്ടൻ ഇട്ടിരിക്കണത് ഈ ഭാഗവതം സപ്താഹം നടക്കണ വലിയ ഹാളിന്റെ സപ്താഹം നടക്കണ ഹാളിന്റെ വലിയ ജനലുകളുണ്ട്, കൂറ്റൻ ജനലുകൾ. ആ ജനലുകളിലെ കർട്ടനുകളിൽ ഒന്നിന്റെ പുറകിലാണ് പിന്നെ വിളിച്ചത്. ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളൊക്കെ, ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്ന ഹാളിലിരുന്നു. യജ്ഞാചാര്യം വന്നു, ഭാഗവതം കഥ പറയാൻ തുടങ്ങി. അപ്പൊ ഒരു പാവം ബ്രാഹ്മണനാണ് യജ്ഞാചാര്യൻ. അങ്ങനെയൊരു ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഭാഗവതം വായിക്കുന്നു. അപ്പൊ അദ്ദേഹം ആ ഭാഗം എത്തിയപ്പോ ഭഗവാന്റെ വനഭോജനം എന്ന് പറയുന്ന ഭാഗം എത്തുകയാണ്. ആ വനഭോജനത്തിന് എത്തുന്നതിൻ്റെ അന്ന് രാവിലെ ഭഗവാനെ യശോദ അണിയിച്ചൊരുക്കിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കണതിന്റെ ഭാഗം പറയുക. അപ്പൊ പറഞ്ഞ കൂട്ടത്തില് മൂപ്പര് കുറച്ചങ്ങോട്ട് കയറ്റി അങ്ങോട്ട് പറഞ്ഞു. കയറ്റി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഭക്തി കൊണ്ട് ഭഗവാനെ പുകഴ്ത്താൻ വേണ്ടി പറയല്ലോ, ഭക്തി കൊണ്ട് ഭഗവാനെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തു പറയണതും കുഴപ്പമൊന്നുമല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവന്റെ സെന്റിമെന്റ്സിനെ, മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലോ അന്യദേവതകളെ നിന്ദിക്കുന്ന രീതിയിലോ കയറിയിട്ട് വൃത്തിയോട് പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. അത് ഭഗവാന് തീരെ ഇഷ്ടമുള്ളൊരു കാര്യമില്ല. യോഗിനിയും ബ്രഹ്മചാരിണിയുമായിട്ടുള്ള പരാശക്തിക്ക് ഭഗവാനെ കണ്ടിട്ട് കാമാസക്തി ഉണ്ടായി എന്നുള്ള മാതിരിയുള്ള കഥകളൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അതൊക്കെ വളരെ അങ്ങനത്തെ തരം കഥ പറച്ചിലൊക്കെ ശരിക്ക് വലിയ ദുരിതങ്ങളെ വരുത്തിയിരിക്കും ജീവിതത്തിൽ. ഭഗവാനെ സന്തോഷിപ്പിക്കാനാണെന്നുള്ളത് കൊണ്ട് ഭഗവാന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ വിഷമത്തിൻ്റെയോ ഇതിൻ്റെയോ ചിന്തിക്കണ്ട, അദ്ദേഹത്തിനെ വിഷമിപ്പിക്കരുത്, ഭഗവാന്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ പ്രണയവും ഭക്തി. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഭക്തി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ്. അതിന് ആ നിഷ്കാമത കിട്ടില്ല. അപ്പോ അവിടെ ആ ബ്രാഹ്മണൻ, അദ്ദേഹം ആ ഗീത വായിക്കുന്ന ആള് എക്സ്ട്രാ കുറച്ച് ദക്ഷിണ പാവം, ഭയങ്കര ദാരിദ്ര്യമാണ്, കിട്ടിയാൽ കൂടെ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് കേറിയിട്ടൊരു കീറങ്ങോട്ട് കയറി. അദ്ദേഹം പറഞ്ഞു, എന്താ കഥ. ആ രാവിലെ അങ്ങോട്ട് അണിയിച്ചു ഒരുക്കി കഴിഞ്ഞപ്പോ ഭഗവാൻ ഒരു നെക്ലസ് ആദ്യം കഴുത്തിലിട്ട് കൊടുത്തു. അമ്മ അപ്പൊ യശോദയ്ക്ക് അത് മതിയായില്ല. അപ്പൊ അതാ മലബാർ ഗോൾഡ് എന്ന് മേടിച്ച, അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറി എന്ന് മേടിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ മാതിരി ആ ഡിസൈനിലുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന മാല, ഇന്ന തരം കടകവള, ഇന്ന തോൾവള എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണ്ണാഭരണങ്ങളെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ കല്യാണ വീടാണ്, സ്വർണത്തിനെ കുറിച്ച്, സ്വർണത്തിന്റെ ഡിസൈനിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകൾ കേൾക്കാൻ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ യശോദ തന്റെ സ്വർണ്ണപ്പെട്ടിന്ന് എടുത്തിട്ട് ഭഗവാനെ ഇടിയിക്കുന്ന എല്ലാ ഗോൾഡ് ഓർണമെന്റ്സിന്റെയും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ട് കൊടുക്കാന്ന് പറയും. പാവം ഈ ബ്രാഹ്മണൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനത്തെ ആഭരണങ്ങൾ. പക്ഷെ അയാളുടെ ഭാവന കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ആഭരണങ്ങൾ അങ്ങോട്ട് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കണതായിട്ട്, യശോദ ഇട്ടുകൊടുക്കണതായിട്ട് അങ്ങോട്ട് കഥയിൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഓരോ മാല, ഓരോ വള, കാലത്തള, അരഞ്ഞാണം ഒക്കെ അങ്ങോട്ട് പറയാം. കള്ളൻ ഇത് കേട്ടു. കള്ളൻ കറക്റ്റന്റെ പുറകെ നിൽക്കുക. കള്ളൻ കേട്ടിട്ട് ഇത് കൊള്ളാലോ, അപ്പൊ ഈ വീട്ടിൽ കല്യാണത്തിന് വാങ്ങിച്ചു വെച്ചതിനെക്കാട്ടിലും കൂടുതൽ സ്വർണം ഈ പറയണ ചെക്കൻ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് രക്ഷപ്പെട്ടു, സെറ്റിലാവും. അവനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കഴിഞ്ഞിട്ട് എന്ത് ലോട്ടറി എനിക്ക് കിട്ടാനുള്ളത് എന്ന് ചിന്തിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ തൽക്കാലത്തേക്ക് വിട്ടിട്ട് ഈ ബ്രാഹ്മണൻ പുറത്തിറങ്ങുമല്ലോ, ഇവനെ പിടിക്കാം. ഇവനെ പിടിച്ചിട്ട് ഈ ചെക്കൻ എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ മതിയല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് മെല്ലെ വലിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായയായി. അപ്പൊ ചായ വിതരണം ചെയ്യുമ്പോൾ മെല്ലെ പുറത്ത് വന്നിട്ട് അവിടെ സൈഡിൽ നിന്നപ്പോൾ ചായ വരുന്നുണ്ട്. ഒരു ചായയൊക്കെ എടുത്ത് കുടിച്ചു, ഒരു വട കിട്ടി, അതും കടിച്ചിട്ട് മെല്ലെ അറിയാത്ത മാതിരി വീട്ടിലത്തെ ഒരാളെ മാതിരി കള്ളം മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് പോണ വഴിയുടെ അവിടെ പോയിട്ട് പതുങ്ങിയിരുന്നു, കുറച്ച് ദൂരം പോയിട്ട്. പാപം സൂര്യാസ്തമനം ആയതിനു മുമ്പ് ഭാഗവതം വായന നിർത്തി. ബ്രാഹ്മണൻ അന്നത്തെ ദക്ഷിണ കിട്ടി, സന്തോഷമായിട്ട് നടക്കുകയാണ് വീട്ടിലേക്ക്. വീട്ടിലേക്ക് നാട്ടാക്കും പണ്ട് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു കള്ളൻ. ബ്രാഹ്മണൻ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചാടി അവന്റെ തോളത്തേക്ക് വിടും. രണ്ടുപേരും കൂടെ കെട്ടി എന്നിട്ട് നിലത്ത് വിടും. നിലത്ത് വിടുമ്പോൾ ഇവന്റെ മേലെ കയറിയിരുന്നു. മേലെ കയറി ഇരുന്നിട്ട് കള്ളൻ കഴുത്തിന് പിടിച്ചു. കഴുത്തിന് പിടിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ പറഞ്ഞു. അപ്പോൾ ഇവന്റെ രൂപം കണ്ടപ്പോൾ കള്ളനാണെന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് ആകെ ഒരു ദക്ഷിണ കിട്ടിയതാണ് അവിടുന്ന്, അത് തട്ടിയെടുക്കരുത്, എന്റെ മക്കൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്നും അല്ല അറിയേണ്ടതെന്ന് പറഞ്ഞു. നീ അവിടെ നിന്നിട്ട് ഒരു ചെക്കന്റെ കാര്യം പറഞ്ഞില്ലേ, കുറെ സ്വർണ്ണ പണ്ട് ഇടണത്, അവന്റെ അമ്മ ദിവസം രാവിലെ അവന് ഇന്നതിനൊക്കെ ഇട്ടുകൊടുക്കും, ആ ചെക്കനെ എവിടെ കാണാൻ പറ്റുന്ന എനിക്കിപ്പോ പറഞ്ഞുതരണം. അപ്പോ ബ്രാഹ്മണന് പെട്ടെന്ന് ഇങ്ങനെ കിടക്കുകയല്ലേ, കഴുത്തിൽ പിടിച്ചിട്ട് മനസ്സിലായില്ല എന്ത് ഈ പറയണത് ചോദിച്ചു. അപ്പോ ഇയാള് പറഞ്ഞു, നീ ഒരുത്തനെ കുറിച്ച് പറഞ്ഞില്ലേ, രാവിലെ ദിവസവും പശുവിനെ മേയ്ക്കാൻ പോണ സമയത്ത് അമ്മ ഇങ്ങനെ സ്വർണ്ണ പണ്ട് ഇട്ട് കൊടുക്കും, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോ പെട്ടെന്നാണ് ബ്രാഹ്മണന് കത്തിയത്. ഇവൻ ഭഗവാന്റെ കാര്യമാണോ പറയണം. അപ്പൊ ഇവൻ ഉടനെ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, അവന്റെ പേര് കൃഷ്ണൻ എന്നാണെന്ന് പറഞ്ഞു. അവൻ എവിടെ പോയാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിവിടെ ഒന്നുമല്ല, അത് വളരെ ദൂരെയാണ്, ഇവിടുന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ്, നോർത്ത് ഇന്ത്യയിലാണ്, വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞു.
വൃന്ദാവനം. അതെന്താ അങ്ങനെ ഒരു വനം? അതെന്താ കാടാണോ? കാടല്ല, അത് തുളസി ചെടികൾ ഒരുപാട് വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ആണ് അവന്റെ താമസം. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റുന്നു. അപ്പൊ കള്ളൻ പിടിവിട്ടപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു വളരെ നന്ദി, സന്തോഷം നടന്നു. അപ്പൊ കള്ളൻ സന്തോഷമായി, എന്തായാലും ഈ ഉപകാരം ഞാൻ മറക്കില്ല, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നടന്ന് തിരിഞ്ഞോട്ട് കഴുത്ത് എനിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് കഴുത്തൊക്കെ തൊട്ട് നോക്കിയിട്ട് എന്തായാലും ഇതിരിക്കട്ടെ പറഞ്ഞിട്ട് കള്ളന്റെ ഇടിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അതും ബ്രാഹ്മണന് കൊടുത്തു. അതാണ് ഭഗവാനെ വഴി കാണിച്ചു കൊടുക്കണവനെ അറിയാതെയാണെങ്കിലും ദക്ഷിണ ചെയ്തു പോകും. കള്ളൻ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു, ബ്രാഹ്മണൻ അതും കിട്ടി, സന്തോഷമായി. ആദ്യമായിട്ടുള്ള ഒരു കള്ളൻ ദക്ഷിണയാണ് ജീവിതത്തിൽ. കള്ളന്മാരാണ് ഏറ്റവും കൂടുതൽ ദക്ഷിണ കൊടുക്കണമെന്ന്, അത് വേറെ കാര്യം. ഭഗവാന് കൊടുക്കണതും ആചാര്യന്മാർക്ക് കൊടുക്കണൊക്കെ കള്ളന്മാരനാണ് ഏറ്റവും കൂടുതൽ. അത് കലികാലത്തിന്റെ പ്രശ്നമാണ്. അപ്പോ എന്താണെങ്കിലും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഈ കള്ളൻ വൃന്ദാവൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. നേരെ വെച്ച് പിടിച്ചു UP-യിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ കണ്ടുപിടിക്കണം ഈ സ്ഥലം. ആരോട് ചോദിച്ചു. അപ്പൊ വൃന്ദാവനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതൊരു പട്ടണം. അവിടെ അവൻ അന്വേഷിച്ചിട്ട് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കാണാനില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവനൊരു മരത്തിന്റെ താഴെ ഒരു സന്യാസി ഇരിക്കണം. അയാളുടെ അടുത്ത് എന്ത് ചോദിച്ചു, അല്ല ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചെക്കനില്ലേ, എപ്പോഴും സ്വർണ്ണ പണ്ടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കണേ, അത് ഒരു കുറെ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കണ ഒരുത്തൻ, അവൻ ഈ ഭാഗത്ത് എവിടെ താമസിക്കുന്നത് ചോദിച്ചു. അപ്പൊ ആ സന്യാസി പറഞ്ഞു, നിന്റെ ചോദ്യം കൊള്ളാലോ, അവൻ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഉണ്ടാവും, അവനെ അങ്ങനെ ഇന്ന സ്ഥലത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞാൻ അവനെ അന്വേഷിച്ചിട്ട് ഞാൻ ആന്ധ്രയിൽ നിന്ന് വരികയാണ്, എനിക്ക് അവൻ വരണ കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അവനൊരു ഇഷ്ടക്കാരി ഉണ്ട്, ഭയങ്കര രഹസ്യമാണ്. അവളുടെ പേര് രാധ എന്നാ. അവള് താമസിക്കണത് നമ്മൾ അവിടുന്ന് അങ്ങനെ പോകുമ്പോൾ ഒരു 2 കൂടണ ഒരു വഴിയുണ്ട്. അവിടുന്ന് മാറിയിട്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ അപ്പുറത്താണ് അവളുടെ വീട്. ഇവന്റെ ഫ്രണ്ട്സിനെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ആദ്യം പശുക്കളെ മേയാൻ വിടും. എന്നിട്ട് പശുക്കൾ മേഞ്ഞിട്ട് പോയി, അതിനെ കാണാനില്ല, ഞാൻ അന്വേഷിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് പശുക്കളെ അന്വേഷിക്കാനെന്നുള്ള വ്യാജേന അവിടെ വരും. എന്നിട്ട് ഈ പശുക്കളെ അവിടെ കണ്ടാൽ അവൻ അവിടുന്ന് ഓടിയിട്ട് കുന്നിന്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ കാണും, എന്നിട്ട് തിരിച്ചു പോകും പശുക്കളെയും കൂട്ടിയിട്ട്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് അവനെ പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ആ സന്യാസിക്ക് ഒരു ദക്ഷിണ കൊടുത്തു. അവിടുന്ന് ആ കുന്നിന്റെ ചെരുവിൽ ഉള്ളൊരു മരത്തിന്റെ അവിടെ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞു. മൂപ്പരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറിന്നിട്ട് ആളെ ചാടി വീണ് പിടിക്കാന്നുള്ള. അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഉച്ച നേരമായിട്ട് നല്ല വെയില്, ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോണ്ട് ഭയങ്കര ഒരു സുഗന്ധം വരും. ജീവിതത്തിൽ ഇന്നേ വരെ അത്ര ഒരു സുഗന്ധം മണത്തിട്ടില്ല. ആ സുഗന്ധം മൂക്കിൽ തട്ടിയതോടുകൂടി തന്നെ അടിവയറ്റിൽ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒരു ഉൾപ്പൊളകം അങ്ങോട്ട് വരാൻ തുടങ്ങി. ഭയങ്കര സന്തോഷം. അപ്പൊ തന്നെ ചിരിയൊക്കെ വരാൻ തുടങ്ങി. എന്തിപ്പോ എനിക്ക് ചിരിയൊക്കെ വരണത് എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുറച്ച് പൊടിയൊക്കെ കണ്ടുവരും ദൂരത്ത്. നോക്കുമ്പോൾ ഒരേ പശുക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ പശുക്കൾ കൊണ്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ മേഞ്ഞൊക്കെ നിൽക്കാൻ തുടങ്ങി. കിണീ എന്നൊക്കെ പറഞ്ഞ കഴുത്തിലത്തെ പശുവിന്റെ കഴുത്തിലെ മണിയൊക്കെ, നേരത്തെ ബദരിയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ കഥയിൽ പറഞ്ഞു മണിനാഥം കേട്ടു. അത് ആ പശുക്കളുടെ കഴുത്തില കിണീ എന്നൊക്കെയുള്ള മണി ശബ്ദം കേൾക്കാം. അവരിങ്ങനെ വരികയാണ്. അതിന്റെ പുറകിലുണ്ട്, കുറച്ച് പുറകില് ഒരു ചെറിയ രത്നം പോലെ, മരതകത്തിന്റെ ഒരു കഷ്ണം പോലെ ഒരു രൂപം നടന്നു വരും. ദേഹം മുഴുവൻ സ്വർണ്ണാഭരണങ്ങളാണ്, മഞ്ഞ നിറമുള്ള പട്ടുടുത്തിട്ടുണ്ട്. ഒരു നോട്ടേ കണ്ടുള്ളൂ. ഇവൻ തന്നെ രാവിലെ കുളിച്ചിട്ട് മുടിയൊക്കെ ചെയ്തിട്ട് നല്ല സൗന്ദര്യവാനായിട്ട് കണ്ണാടിയിൽ കണ്ടിട്ട് സന്തോഷിക്കണ മാതിരി ഒരു സന്തോഷം അവനുണ്ടായി. അവനവനെ കാണുന്ന സന്തോഷം ഉണ്ടായി അവൻ അവിടെ കണ്ടപ്പോൾ. ഇതിങ്ങനെ നടന്നു വരികയാണ്. കാലിക്കോലൊക്കെ ഉണ്ട് കയ്യില്. വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നോക്കും ഇടയ്ക്ക് പുറകിൽ കൂട്ടുകാർ വരുന്നുണ്ടോന്ന്. എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ അവരില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പശുക്കളുടെ അടുത്തൊക്കെ ഒക്കെ ഇവിടെ നിന്നോളണം കേട്ടോ എന്ന് മാത്രം പണ്ട് ഒരൊറ്റ ഓടിയിട്ട് ഈ മരത്തിന്റെ നേരെ വരും. ഈ കുന്നിന്റെ താഴ്വരയ്ക്ക് രാധയുടെ വീട്ടിലേക്ക് പോകും. ഓടി അങ്ങോട്ട് വരുന്നു. ഒരു 10 വയസ്സ് പോലും ഇല്ല, 8 വയസ്സൊക്കെ കാണുള്ളൂ. ഓടി വരും. ഓടി വരണം കണ്ടതും ചാടി ആക്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇവൻ
അവന്റെ സൗന്ദര്യം അടുത്ത് വരുന്ന ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കണം അതുമാതിരി ഇവൻ മരത്തുനിന്ന് എടുത്തിട്ട് അങ്ങോട്ട് ചാടി ഈ കുട്ടിയുടെ മേലേക്ക് അങ്ങോട്ട് മറിഞ്ഞു കെട്ടിയിട്ട് അങ്ങോട്ട് വീണു. മറിഞ്ഞു കെട്ടി വീണപ്പം കുട്ടി നിലത്ത് അങ്ങോട്ട് പൊടിയിൽ അടിച്ചു വീണു. സ്വർണ്ണമാലകൾ അങ്ങനെ കോയിലഞ്ഞങ്ങോട്ട് കടന്നു. ഇവൻ കുട്ടിയുടെ മേലെ അങ്ങോട്ട് കടന്നു. മേലെ കടന്നിട്ട് ഇവൻ കുട്ടി അങ്ങനെ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഇത്രയും വെയിറ്റുള്ള താൻ വേണ്ടി കുട്ടിക്കൊരു പ്രശ്നമില്ല. കുട്ടി കുറച്ചുകൂടെ ശക്തിയിൽ ചാടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഇവന് ചിരിയാ വന്നത്. അപ്പൊ കുട്ടി ചിരിച്ചിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് ഇവനെ ഒരു തട്ട് വെച്ചു കൊടുക്കും. ഇവൻ അതിൽ തെറിച്ചിട്ട് 2 ദൂരെ പോയി വിടും. ഒരു ചെറിയൊരു തള്ളിന് കുറച്ച് ദൂരെ പോയി വിടും. എന്നിട്ട് കുട്ടി അങ്ങോട്ട് തട്ടി പൊടിയൊക്കെ തട്ടി എണീച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചു. എണീപ്പിച്ച് ഇവന്റെ കയ്യിൽ സ്പർശിക്കുക, ശരീരത്തിൽ സ്പർശിച്ചതോട് കൂടിയിട്ട് ആ കള്ളന്റെ ജീവിതത്തിലെ അവന്റെ സകല ജന്മങ്ങളുടെയും കറ കഴുകി അങ്ങോട്ട് പോയി. മനസ്സ് കണ്ണാടി പോലെ അവനിങ്ങനെ അവനവനെ തന്നെ കാണണമാതിരി നോക്കി. ഒരു കാര്യമില്ലാണ്ട് അവൻ കരയാൻ തുടങ്ങി. അപ്പോ അവൻ അവൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് ചോദിച്ചു, ശരിക്കും അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പോ കുട്ടി പറഞ്ഞു അത്ര, ഞാൻ ആരാണെന്ന് എന്തിനാ അന്വേഷിക്കണം? എന്റെ സ്വർണത്തിനല്ലേ നീ വന്നത്, ഇതെടുത്തോ, ഇതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഊരി ഓരോ മാലയിട്ടൊക്കെ ഊരി ഇതൊക്കെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ നീ കൊണ്ടക്കോ, എനിക്ക് വേണ്ടാന്ന്. എനിക്ക് അങ്ങേ കണ്ടോട് കൂടിയിട്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പൊ എനിക്ക് നിന്റെ കൂടെ ഇരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എനിക്ക് എന്നെ കാത്തിട്ട് ഒരുത്തി ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അവളെ കാണാൻ പോണ്. ഞാൻ വേണേ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ ദിവസവും കാണാമോ, നീ ഇവിടെ ഇരിക്കുമോ ചോദിച്ചു. ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ശരി, ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഓടിപ്പോയി. ആ കുട്ടി ഇങ്ങനെ ഓടിയിട്ട് ആ താഴ്വരയിലേക്ക് ഇങ്ങനെ പോകണമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരത്തിൽ തിരിച്ചു വരുമ്പോഴും കള്ളൻ അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടി അവനോട് കുശലാന്വേഷണങ്ങൾ നടത്തി. രാധയുടെ വീട്ടിൽ നിന്ന് രാധ കൊടുത്ത കുറച്ച് പലഹാരങ്ങളുടെ ബാക്കി ഇവന് തിന്നാനാണെന്ന് പറഞ്ഞ് പൊയിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവന് കൊടുത്തു. ഇതൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എനിക്ക് വയറ് നിറഞ്ഞു, ഇത് തിന്നാൻ പറ്റില്ല. അവള് വെറുതെ തീറ്റിച്ച് മനുഷ്യനെ വല്ലാണ്ട തീറ്റിക്കും. എത്ര വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെയും തീറ്റിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതിൽ തിരികെ വെച്ചാണ് ഈ എടുപ്പത്, നീ എടുത്തോ പറഞ്ഞ് കൊടുത്തിട്ട് ഓടിപ്പോയി. പശുക്കളെയൊക്കെ വിളിച്ചിട്ട് തിരിച്ചു ഓടിപ്പോയി. പിറ്റേ ദിവസവും വന്നു. ഇങ്ങനെ കുറെ കാലം ഈ ചിത്തശുദ്ധി വന്നിട്ട് ആ കള്ളൻ ഒരു തേജോമയനായിട്ടുള്ള സന്യാസിയായിട്ട് അവിടെ ഇരിക്കുക. ഈ ഇരിക്കണ സമയത്ത് വാർദ്ധക്യമെത്തിയിട്ടുള്ള ആ പഴയ ഭാഗവത സപ്താഹക്കാരനായിട്ടുള്ള ബ്രാഹ്മണൻ വൃന്ദാവനം കാണാൻ വന്നു വീട്ടുകാരോടൊപ്പം. കറങ്ങിത്തിരിഞ്ഞു വന്നപ്പോ ആരോ പറഞ്ഞു, രാധയുടെ വീട് ഉള്ള സ്ഥലം പണ്ട് നിന്നിരുന്നത് ഇന്ന സ്ഥലത്താണ്. ഇന്ന് ഭഗവാന്റെ പേരിൽ ടൂറിസം കളിയാണല്ലോ എല്ലാവരും. അമ്മയും ഭഗവാനും എത്രത്തോളം വിറ്റ് കാശാക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കും. 12ാം നൂറ്റാണ്ട് വരെ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം പോലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് 3162 BC-യിലാണ് മഹാഭാരത യുദ്ധം. അത് കഴിഞ്ഞ് കറക്റ്റ് 36ാമത്തെ വർഷം ദ്വാരക പ്രളയത്തിൽ പോയി. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു. ഭഗവാന്റെ കാലത്തിന് ശേഷം എത്രയോ കാലം, ചൈതന്യ മഹാപ്രഭുവിന്റെ കാലം വരെ വൃന്ദാവനം എവിടെയാണ്, അത് എങ്ങനെയാണെന്ന് പോലും ആർക്കും അറിയില്ല. രൂപഗോസ്വാമിയെ പറഞ്ഞയച്ചിട്ടാണ് പിന്നെ ഓരോ സ്ഥലങ്ങളായിട്ട് തിരിച്ചറിഞ്ഞ് ഇന്ന് നമ്മൾ അത് ഇന്ന സ്ഥലത്തായിരുന്നു എന്നൊക്കെ പറയണതിന്റെ രൂപരേഖ ഉണ്ടാക്കുന്നത്. ഇന്ന് പക്ഷെ അതിനെയും മറികടന്ന് ഏത് സ്ഥലത്തിനെയും ടൂറിസം കേന്ദ്രങ്ങളാക്കുന്ന ആൾക്കാർ ഇല്ലാത്ത സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ടൂറിസം പാക്കേജിലാണ് പാപം ഈ ഭാഗവത സപ്താഹക്കാരനും ഫാമിലിയും വരണത്. അപ്പൊ അവരുടെ അടുത്ത് ആരോ പറഞ്ഞു, രാധയ്ക്ക് കൃഷ്ണൻ മാങ്ങ പറിച്ചു കൊടുത്ത ഒരു മാവ് നിൽക്കുന്നുണ്ട്, അത് കണ്ടിട്ട് അവിടുത്തെ മാവിന് ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും, ധനസമൃദ്ധി ഉണ്ടാവും, അതുകൊണ്ട് കല്ലെറിയാൻ പോകട്ടെ. അവിടെ കല്ല് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കട വെച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അവിടെ കല്ല് വാങ്ങാൻ, മാങ്ങയ്ക്ക് കല്ലെറിയാം. മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞിട്ട് മാങ്ങ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്ലെറിയും അതിലേക്ക്. അങ്ങനെ കല്ലേറ് കൊണ്ടിട്ട് ആ മാവ് ഒരു വഴിയായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബ്രാഹ്മണനും ഭാര്യയും കൂടെ മക്കളൊക്കെ കൂടെ ഈ ടൂറിസം പാക്കേജിന്റെ ഭാഗമായിട്ട് അവിടെ വരണത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ സന്യാസി
ഇയാള് കാശൊക്കെ കൊടുത്ത് ഇയാളുടെ ഭാര്യ പറഞ്ഞു, നോക്കൂ നമുക്കൊരു കല്ല് വാങ്ങിയിട്ട് എറിയാം, നമുക്ക് സമ്പത്ത് വർദ്ധിക്കട്ടെ. രാധാദേവിക്ക് ഭഗവാൻ മാങ്ങ കല്ലെറിഞ്ഞ് വീഴ്ത്തി കൊടുത്ത മാവല്ലേ, ഒന്ന് നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് കല്ല് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കല്ലിന് എന്താ വില എന്ന് ചോദിച്ചാൽ പറഞ്ഞു 150 റുപ്യാണ് ഒരു കല്ലിന്. ആ കല്ല് തന്നെ വീണ്ടും പോയിട്ട് പെറുക്കി എടുത്തിട്ട് എറിയാൻ പറ്റില്ല. ആ കല്ലവിടെ പെറുക്കിയിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വീണ്ടും വെക്കണ കോൺട്രാക്ടുകാർ അപ്പുറത്തുണ്ട്. അപ്പൊ അത് ലൈവായിട്ട് എടുത്തിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അതിന് എന്താ പറയാ, അതിന്റെ എന്താ പറയാ CD വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ആ മാവിനെ സ്തുതിക്കണ പ്രത്യേക മന്ത്രങ്ങളും സ്തുതി അടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ പുസ്തകം ഭാഗവതത്തിനെക്കാട്ടിലും മഹത്തായിട്ടുള്ള ഗ്രന്ഥാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സംഭവത്തിന്റെ അകത്ത് ഈ പാവം ബ്രാഹ്മണൻ 150 റുപ്യം കൊടുത്തിട്ടൊരു കല്ല് വന്നു. അപ്പോഴാണ് ഈ സന്യാസി ഓടി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. അങ്ങ് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അവർ അതെ. എന്നെ മനസ്സിലായി ചോദിച്ചു. മനസ്സിലായില്ല. ആദ്യം അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങക്ക് കോടി പുണ്യം കിട്ടും, അങ്ങ് എൻ്റെ ഗുരുനാഥനാണ്, അങ്ങാണ് എനിക്ക് ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ഞാൻ ഇന്ന് ജീവിതത്തിൽ ആരെയും പഠിപ്പിക്കാൻ പോയിട്ടില്ല, ഞാൻ ആർക്ക് ശിഷ്യത്വം കൊടുത്തിട്ടില്ല, അങ്ങനത്തെ യാതൊരു അപകടവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാര്യ ചോദിച്ചു, സമയം കളയണ്ട, കല്ലെറിയൂ, അവിടെ ക്യൂ കൂടുന്നു, വേഗം പോയിട്ട് കല്ലെറിയൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, 1 മിനിറ്റ് നിൽക്കും, ഞാനൊന്ന് കല്ലെറിഞ്ഞിട്ട് വരട്ടെ പറഞ്ഞിട്ട് ഒരു കല്ലെറിഞ്ഞു. അത് എവിടെയും കൊണ്ടില്ല, ആ കല്ല് പെറുക്കിപ്പോയി. ഭാര്യയ്ക്ക് ആകെ ദേഷ്യായി. ഈ എന്താ പറയാ, ഫർദർ ഇനി ഒരു കല്ല് വാങ്ങാനുള്ള പണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിൽ പോകാനുള്ള കാശുമില്ല. അപ്പോ ആകെ വിഷണ്ണനായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഈ സന്യാസി അവിടെ നിന്നിട്ട്, അങ്ങ് എന്തിനാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ കാണിക്കാൻ നിൽക്കുന്നത്, അങ്ങേപ്പോലുള്ള ഒരാൾ ഇങ്ങനത്തെ കോമഡികൾ കാണിക്കാൻ പാടുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എത്രയോ വലിയ ആചാര്യന്മാര് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ട് കോമഡി കാണിച്ചുകൊണ്ടിരിക്കുന്നു, അത് കണ്ടിട്ട് സാധാരണ ജനങ്ങളും കോമഡി കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ മാതിരി വലിയ ആചാര്യനുമല്ല സാധാരണ ജനമല്ല, ഞാൻ ഇതിനെ ഭാഗവതം വായിക്കുന്ന ആളാണ് താനും. എന്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയാണ്, അവർ പറഞ്ഞത് എനിക്ക് അനുസരിക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് ആകെ മൊത്തം ത്രിശങ്കുവിന്റെ അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കല്ലെറിഞ്ഞു പോയതാണ്. എനിക്കും അറിയാം ഈ കല്ലെറിഞ്ഞോണ്ടൊന്നും എനിക്ക് സമ്പൽ സമൃദ്ധി വരില്ല, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോ സന്യാസി പറഞ്ഞു, അന്ന് എനിക്ക് തന്ന ഉപദേശം അത്ര വലുതായിരുന്നുകൊണ്ടാണ് എനിക്ക് ഇന്ന് സാക്ഷാത്കാരം കിട്ടിയത്. അങ്ങ് കാരണം എനിക്ക് ഇന്ന് നിത്യം ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ടെന്ന്. എന്ത് ചോദിച്ചു. ഞാൻ നിനക്ക് എന്താ പറഞ്ഞു തന്നതിന്? അപ്പൊ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഓർമ്മയില്ലേ, ഞാൻ ആ കള്ളനാണ്. അങ്ങ് ഈ കല്ലെറിയണേന്റെ ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല തോന്നും, ഞാൻ ആ കള്ളനാണ്. പണ്ടൊരിക്കൽ അങ്ങ് നടന്നു പോകുമ്പോൾ ചാടി വീണിട്ട് അങ്ങേ തട്ടിപ്പറിക്കാൻ നോക്കിയിട്ട് അങ്ങ് പേടിച്ചപ്പോ ഞാൻ ചോദിച്ചില്ലേ, സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് നടക്കുന്ന ഒരു ചെക്കനെ കുറിച്ച് അങ്ങ് പറഞ്ഞു, അതെ അവനെ എവിടെ പോയാൽ കണ്ടാ എനിക്ക് കൊള്ളയടിക്കാൻ പറ്റുന്നു. അങ്ങ് എനിക്ക് പറഞ്ഞു വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റുന്നു. ഞാൻ അവനെ അന്വേഷിച്ച് ഇവിടെ വന്നു, ഞാൻ അവനെ കണ്ടു. കണ്ടു നീ ചോദിച്ചു. ഞാൻ അവനെ കണ്ടു എന്ന് മാത്രം, അവനെ ഞാൻ ദിവസം കാണുന്നുണ്ട്, ദിവസം 2 പ്രാവശ്യം കാണും, രാവിലെയും കാണും വൈകുന്നേരം കാണും. അവന് വളരെ ഇഷ്ടമുള്ള ഒരാൾ അവിടെ ഉണ്ട്, അവളെ കാണാനുള്ള പോക്കും വരവുമാണ്. ഇദ്ദേഹം ഇത് കേട്ടോണ്ട് ഇദ്ദേഹത്തിന് കയ്യും കാലും മറിക്കാൻ തുടങ്ങി. ബ്രാഹ്മണൻ ഭാര്യ ദേഷ്യപ്പെട്ട് പോയി എന്നുള്ളതൊക്കെ മറന്നു. എനിക്കും കാണണം, എന്നെ കൊണ്ട് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇയാള് കരയാൻ തുടങ്ങി. അതിനെന്താ കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഈ കുന്നിന്റെ ചെരുവിലുള്ള മരത്തിന്റെ താഴെ ഇയാൾ ഇരുന്ന് തപസ്സായിട്ടിരിക്കണ സന്യാസിയായിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവര് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉച്ചനേരം ആവണം. ആ ഉച്ചനേരം ആവണ സമയത്ത് സന്യാസി ചോദിച്ചു, അങ്ങേക്കൊരു ഗന്ധം വരില്ലേ? കസ്തൂരിയുടെ ഗന്ധാണ്, നിശാഗന്ധി പുഷ്പങ്ങളുടെ ഗന്ധാണ്, താഴമ്പൂവിന്റെ ഗന്ധാണ്, മുല്ലപ്പൂവിന്റെ ഗന്ധാണ്, അകിലിന്റെയും കച്ചോലത്തിന്റെയും ഗന്ധാണ്, കളഭത്തിന്റെ ഗന്ധാണ്, ഗന്ധം വരണില്ലേ ചോദിച്ചു. പാപം മൂക്കോണ്ടൊക്കെ പിടിച്ചു നോക്കി. ആകെ വൃന്ദാവനത്തിൽ ആകെ ഒരു പൊടി പിടിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഒരു പൊടിയുടെ മണ വരണത്. എത്ര ആലോചിച്ചിട്ട് കിട്ടില്ല. ഈശ്വര എനിക്കൊരു അനുഭവം ഉണ്ടാവണില്ലല്ലോ. എത്രയോ സാധാരണ ഭക്തന്മാരുണ്ട്, ചിലർ ഇരുന്നിട്ട് ഇങ്ങനെ അനുഭവത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഗുരുവായൂരപ്പൻ ഞാൻ അവിടെ പോയ പിന്നെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഗുരുവായൂരപ്പന്റെ അടുത്ത് അങ്ങനെ ഫൈറ്റ് ചെയ്തു, ഞാൻ ഗുരുവായൂരപ്പന്റെ അടുത്ത് ഇങ്ങനെ ടോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് കണ്ണും തള്ളിയിട്ട് പാവം ചിലരിക്കുന്നുണ്ടാവും. അവരുടെ മനസ്സിൽ ഗുരുവായൂരപ്പ
ഗുരുവായൂരപ്പ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് മനസ്സ് പൊട്ടും. അവര് പറയും, എനിക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ എന്നെ തിരിഞ്ഞു നോക്കാത്തത്, എനിക്കൊരു അനുഭവം ഉണ്ടാവണില്ലല്ലോ. ഈ അനുഭവം ഉണ്ടാവണില്ലല്ലോ എന്ന് പറഞ്ഞ വിഷമിക്കണ അവര് നിങ്ങളുടെ ഇടയിൽ ഇരിക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയണം, നിങ്ങൾക്കാണ് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക. കാരണം നിങ്ങളുടെ മനസ്സുകൾ തുറന്ന പുസ്തകമാണ്, നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റണില്ല, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവണില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഞാൻ ഭക്തനാണ്, ഞാൻ ആചാര്യനാണ്, ഞാൻ യോഗിയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഋഷിയാണ്, ഞാൻ അതാണ് ഇതാണ് എന്ന് പബ്ലിസിറ്റി പറയും. ഗുരുവായൂരപ്പ, അപ്പോ അതേ വിഷമം ഈ ബ്രാഹ്മണനുണ്ടായി. ബ്രാഹ്മണൻ പൊട്ടിക്കരഞ്ഞു എന്നാ പറഞ്ഞു. എനിക്ക് ഭഗവാന്റെ ഗന്ധം പോലും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു. ആ നിമിഷം പെട്ടെന്ന് മൂക്കിലേക്ക് അങ്ങോട്ട് തുളച്ചു കയറുന്ന വിധത്തില്, പണ്ടാ കള്ളൻ അത് ആദ്യം കിട്ടിയപ്പോ എങ്ങനെയാണോ അടിവേർന്ന് ഹൃദയത്തിൽ നിന്നും ആനന്ദം പൊട്ടിയത്, അതുപോലെ ആ കസ്തൂരി തിലകത്തിന്റെ ഭഗവാന്റെ ശരീരത്തിൽ ആ കളവക്കൂട്ടിന്റെ കുറിക്കൂട്ടുകളുടെ ഒക്കെ അങ്ങനെ ആ സുഗന്ധം അങ്ങോട്ട് ആ ബ്രാഹ്മണനെ അങ്ങോട്ട് വലയം ചെയ്തു. ബ്രാഹ്മണന്റെ ഓരോ രോമകൂപങ്ങളും അങ്ങോട്ട് എന്നെ രോമാഞ്ചം കൊണ്ടുവന്നാണ് ഗുരുവായൂരപ്പ. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെയൊക്കെ ആ പശുക്കളുടെ മണിനാഥം കേൾക്കണില്ലേ, കൊളമ്പടിയുടെ സൗണ്ട് കേൾക്കണില്ലേ എന്ന് ചോദിച്ചു. സന്യാസി ആയിരുന്ന എക്സ് കള്ളൻ, മുൻ കള്ളൻ. അപ്പോ ഇദ്ദേഹം ചെവി പട്ടം പിടിച്ചു നോക്കി, കേൾക്കണില്ല. വീണ്ടും മനസ്സ് തകർന്നു. ഭഗവാനെ, അതാണ് ഭക്തന്മാർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ചില ലെവലിൽ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ മറ്റവന് കിട്ടിയ അനുഭവം കണ്ടിട്ട് വീണ്ടും മനസ്സ് താഴും. ആദ്യം കിട്ടിയ അനുഭവത്തിൽ സന്തോഷിക്കില്ല, രണ്ടാമത് കിട്ടിയാത്ത അനുഭവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേവലാതിപ്പെട്ടിട്ട് മനസ്സ് നശിപ്പിക്കും. ഞാൻ നിരന്തര സ്മരണ പറഞ്ഞിരുന്നു, അവനവനെ ഒരിക്കലും താഴ്ത്തി കാണരുത് ഗുരുവായൂരപ്പ. അങ്ങനെ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ഗോക്കളുടെ കുളമ്പടി ശബ്ദം പോലും കേൾക്കാൻ, അതിന്റെ മണിനാദം പോലും കേൾക്കാൻ, കഴുത്തുകെട്ടിയ മണിനാദത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കില്ല എന്ന് വെച്ചപ്പോ പെട്ടെന്ന് ഇവിടെ ഒരു പശുവിന്റെ മുഖം വന്ന് തട്ടി ഇങ്ങനെ ആക്കിയ പോലെയും ഒരു മണിശബ്ദം ഇങ്ങനെ കിട്ടുകയും ചെയ്തു ചെവിടെ അവിടെ. പിന്നെ ദൂരത്തുനിന്നും പശുക്കൾ വരുന്നതിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി, ശബ്ദം മാത്രം. അപ്പോ സന്യാസി ഇദ്ദേഹത്തിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞത്രേ, നോക്കൂ, ആ മരതകത്തിന്റെ കഷ്ണം വരണമാതിരി അവൻ വരണ കണ്ടോ എന്ന് ചോദിച്ചു അത്രേ. സന്യാസി ബ്രാഹ്മണൻ എത്ര കണ്ണ് തിരുമ്പി നോക്കിയിട്ടു ഏതൊരു സ്വരൂപത്തിനെയാണോ അർജുനൻ എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വിലപിച്ചപ്പോ, നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് തരാമെന്ന് പറഞ്ഞിട്ട്, ദിവ്യസൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദിവാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മന. 1000 കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയിട്ടുള്ള വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുള്ള ഭഗവാന്റെ രൂപം ആ ബ്രാഹ്മണന് കാണാൻ സാധിച്ചില്ല. അപ്പോ ബ്രാഹ്മണൻ കരഞ്ഞു അത്രേ. ഭഗവാനെ, ഇവിടെയാണ് മനുഷ്യൻ താൻ ചെയ്തതിന് ഭഗവാനോട് കണക്ക് പറയുന്നു. നിഷ്കള ഭക്തൻ കണക്ക് പറയും, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇവൻ കള്ളനായിരുന്നില്ലേ, ഇവൻ എത്ര പേരെ മോഷ്ടിച്ചവനാണ്, ഇവന് നീ ദർശനം കൊടുത്തില്ലേ, ഇവന് വഴി പറഞ്ഞു കൊടുത്ത എനിക്ക്, എത്രയോ വീടുകളിൽ എത്രയോ പേർക്ക് ഭാഗവത ഉപദേശിച്ച് എനിക്ക്, എത്രയോ ഗീതായജ്ഞങ്ങൾ നടത്തിയ എനിക്ക്, എത്രയോ നാരദ ഭക്തി സൂത്രം വർണ്ണിച്ചിട്ടുള്ള എനിക്ക്, എത്രയോ രാധാകൃഷ്ണ കഥകൾ പറഞ്ഞിട്ടുള്ള എനിക്ക് നിന്നെ കാണാൻ പറ്റണില്ലല്ലോ, ഇത് അനീതിയല്ലേ എന്ന് ചോദിച്ചിട്ട് വിലപിച്ചു അത്ര ബ്രാഹ്മണൻ. അപ്പോ തന്നെ കള്ളനാണെന്നും താൻ മുൻപ് പാപിയായിരുന്നു എന്നും പറയണമെന്നുണ്ടെങ്കിലും തന്റെ ഗുരുനാഥനാണത്. ആ കള്ളൻ ഒരു വിഷമൊന്നുമില്ല, അയ്യോ അവിടുന്ന് കരയരുത് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ ഇയാള് പൊട്ടി കരയണത്ര. എനിക്ക് എന്നിട്ടും അങ്ങനെ കാണാൻ പറ്റണില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്, ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയും ഭാഗവതം വായിച്ചിട്ടില്ലേ, ഇത്രയും ഭാഗവതം വായിച്ചില്ലേ, ഞാൻ സഹസ്രനാമം വായിച്ചില്ലേ, ഞാൻ ഗുരുവായൂർ വന്നിട്ട് ഇത് ചെയ്തില്ലേ, ഞാൻ അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയിട്ട് അത് ചെയ്തില്ലേ എന്നൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞ പോലെ അദ്ദേഹം കണക്ക് പറയാൻ തുടങ്ങി ഭഗവാനോട്. ആ സമയത്ത് ചെവിയില് മധുരമായിട്ട്
മധുര മധുര വേണുഗീതം എന്ന് നമ്മൾ പറഞ്ഞ പോലെ വചനം മധുരം എന്ന് വല്ലഭാചാര്യർ പറഞ്ഞ പോലെ ആ മധുരോദാരമായിട്ടുള്ള ഭഗവാന്റെ ശബ്ദം മുഴങ്ങി എന്നവർ ഗുരുവായൂരപ്പ ഞാൻ ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. അവൻ എന്നെ അന്വേഷിച്ചു വന്നു, എന്റെ മേലെ ചാടി വീണു. എനിക്ക് എങ്ങനെ അവന് കാഴ്ച കൊടുക്കാൻ പറ്റാതിരിക്കും? ഞാൻ ഉണ്ടായിരിക്കാം എന്നാണ് നീ പറയണത്. നീ എത്രയോ വീടുകളിൽ എന്റെ കഥ പറഞ്ഞു, എത്രയോ വീടുകളിൽ കഥ പറഞ്ഞു, എത്രയോ പേരുടെ അടുത്ത് നീ ഭാഗവതവും ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമം ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ ഉണ്ട് എന്ന് നീ ഒരിക്കലും നിനക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കള്ളന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ മണ്ടനാണെന്ന് വിചാരിച്ചിട്ട് അവനെ വഴി പറഞ്ഞു വിട്ടതാണ് നീ. അവൻ പക്ഷെ നിന്റെ വാക്ക് വേദവാക്യായിട്ട് എടുത്തിട്ട് ഞാൻ ഉണ്ട് എന്ന് വിശ്വസിച്ചു. എന്റെ ശരീരത്തിൽ ആഭരണങ്ങളെ വർണ്ണിച്ചപ്പോഴും നീ ഞാൻ ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. എന്റെ രൂപവർണ്ണന ചെയ്യണവനും എന്റെ കഥ പറയണവനും എന്നെ ചൊല്ലി വലിയ വലിയ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തണവനും ക്ഷേത്രം പണിയണവനും ക്ഷേത്രത്തിൽ പൂജിക്കണവനും ഞാൻ ഉണ്ടെന്ന് ഇപ്പോഴും കാര്യമായിട്ട് വിശ്വസിക്കണമൊന്നുമില്ല. ഞാൻ അവിടെ ഒരാളായിട്ട് ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യവംശം ഈ അവസ്ഥയിൽ എത്തുമായിരുന്നോ എന്ന് ചോദിച്ചു. രാവണൻ സമസ്താപരാധം പ്രഭോ സമസ്താപരാധം സമസ്താപരാധം എന്ന് പറഞ്ഞിട്ട് സാഷ്ടാംഗം വീണടത്ത് കിടന്ന് ഉരുണ്ടുന്നാണ്. ഈ ശിഷ്യൻ, ഈ പുണ്യശ്ലോകനായിട്ടുള്ള നീ കള്ളൻ എന്ന് കരുതിയ ഇവൻ കാരണം നിനക്ക് ഇന്ന് എന്റെ ശബ്ദം വരെ കേൾക്കാറായി. നിശ്ചയമായിട്ടും ഒരു കാലത്ത് ഞാൻ നിനക്ക് ദർശനം തന്നോളാം. ഇപ്പൊ നീ നിന്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് വൃന്ദാവനം മുഴുവൻ ചുറ്റിക്കണ്ട് സന്തോഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ വേണുഗാനും ആ പശുക്കളുടെ കുളമ്പടിനാദും ആ മണിശബ്ദവും എല്ലാം ചക്രവാളത്തിലേക്ക് വിലയിച്ചു പോയി എന്നവർ. ഇതാണ് രണ്ടാമത്തെ കഥ, കള്ളന്റെ കഥ.